ചെറിയ കുറച്ച് പാട്ടുകാരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ നമുക്ക്. അവർ നമുക്ക് തന്ന സർപ്രൈസാണ് ഈ കാണുന്നത്. ഇവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയായിരുന്നു. പക്ഷെ അതിങ്ങനെ 12 മണിക്ക് വന്ന് പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിച്ചാവുന്ന ഒട്ടും കരുതില്ല കേട്ടോ. അകത്ത് മക്കൾ നല്ല ഉറക്കമാണ്, അച്ഛനും ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അകത്തേക്ക് കയറിയില്ല. എന്നാലും ഞങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇത്രയും പേര് ഉറക്കം കളഞ്ഞ് ഇതൊക്കെ ഒരുക്കിയെന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ആ കേക്കില്ലേ, അത് പിടിച്ചു നിന്നിരുന്ന ചേച്ചി തന്നെയാണ് ഉണ്ടാക്കിയത്. സൂപ്പർ കേക്കായിരുന്നു. ഞങ്ങളുടേതായ രീതിയിൽ ചെറിയ ആഘോഷമൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പതിവാണ്. പക്ഷേ ഇങ്ങനൊരു സർപ്രൈസ് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. ഇതൊക്കെ നടക്കുമ്പോഴും എനിക്ക് ടെൻഷൻ മക്കൾ എങ്ങാനും ഉറക്കത്തിൽ എണീറ്റ് കരിയുമോയെന്നാണ്. കാരണം ചെറിയ കോൾഡൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് അയൽവാസികളൊക്കെ. ഒരു മതിലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ വീടുകൾ തമ്മിൽ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സന്തോഷം ബഹളമൊക്കെ അവർക്ക് ഉപദ്രവമാവരുതല്ലോ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശബ്ദമൊക്കെ പരമാവധി കുറച്ച് ബഹളം കുറയ്ക്കാനൊക്കെ ശ്രമിച്ചു. ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് നമ്മുടെ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴത്തെയും പോലെ ഇത്തവണയും ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് അവരുടെ കൂടെയാണ് നമ്മുടെ ലഞ്ച്. ആരിയെടുക്കാനും മാറോടണയ്ക്കാനും ഏറെ കൊതിയുണ്ട് കത്തി ആരിയ നെല്ലിൻ്റെ ഓലനാടും പോലെ കാഞ്ചാടും നീചരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീയുറങ്ങ് പാട്ടു കേട്ട്. സമയം ഏകദേശം 1:30 ആവാനായി. അങ്ങനെ കലാശക്കൊട്ടിൻ്റെ സമയമായി. ഏട്ടന്മാർ നമുക്ക് വേണ്ടി ഒരു താരാട്ട് പാട്ടൊക്കെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ തൽക്കാലം എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു കേട്ടോ.